നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്ക് വേണ്ടത് എന്താണെന്ന് ഞാൻ അവനോട് പറഞ്ഞു കഴിഞ്ഞു. നീ അവനോട് പറ, കവിത ഒരു കുഞ്ഞും അറിയാതെ ഈ രഹസ്യം മനസ്സിൽ സൂക്ഷിച്ചോളാന്ന്. പകരം മംഗലശ്ശേരി ഗ്രൂപ്പ് എന്റെ കൈകളിലേക്ക് പൂർണ്ണ അധികാരത്തോടെ വിട്ടുതരാൻ നീ അവനെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. എന്നിട്ട് എത്ര കാലം വേണമെങ്കിലും നിങ്ങൾക്ക് ഈ രഹസ്യബന്ധം തുടരാം. ശ്രീകുട്ടിയെ പരിചരിച്ച് ഇവിടുത്തെ വിശ്വസ്തയായി നിനക്കിവിടെ കഴിഞ്ഞുകൂടാ. ഞാനിത് പുറത്തു വിട്ടാൽ പിന്നെ സഞ്ജു ഉണ്ടാവില്ല. ഫലത്തിൽ ബിസിനസ് എന്റെ കൈ തന്നെ വന്നു ചേരും. അവൻ എല്ലാവരുടെ മുന്നിൽ ഒറ്റപ്പെട്ട് നാടുവിടുകയോ ജീവൻ ഒടുക്കുകയോ ചെയ്യുന്നത് നിനക്ക് എങ്ങനെ സഹിക്കാനാവും? താലിച്ചരട് അറ്റുപോവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? സഞ്ജു താലി കെട്ടിയ പെണ്ണെന്ന നിലയ്ക്ക് നിന്നെ ഇവിടുന്ന് ആരും പുറത്താക്കാൻ തയ്യാറാവില്ല. അല്ല, അത് മതിയോ നിനക്ക്? നിന്നെ മകളായി കാണുന്ന ശ്രീദേവിയോ പ്രഭേട്ടനോ നിന്നോട് കനിവ് കാട്ടുമെന്ന് നീ കരുതുന്നുണ്ടോ? ശ്രീകുട്ടിയുടെ മുന്നിൽ ചെന്ന് നിൽക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ? എല്ലാത്തിനും ഒരു പരിഹാരമേ ഉള്ളൂ. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ അതിനൊപ്പം നീയും അവനും അനുസരണയോടെ ചലിക്കണം. പിന്നെ എനിക്കിതൊക്കെ നിന്നെ കൊണ്ടേ സാധിച്ചെടുക്കാൻ പറ്റൂ. നിന്നെ ഞാൻ കൈവിടില്ല കേട്ടോ. ഇനിയിപ്പോ ഇവിടുന്ന് കടന്നു കളയാന്ന് വല്ല ചിന്തയും നിന്റെ മനസ്സിലുണ്ടെങ്കിൽ പിന്നെ എനിക്ക് കാത്തിരിപ്പൊന്നും വേണ്ടി വരില്ല. എന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ അവനെ ഞാൻ തകർത്തു കളയും. കവിതയ്ക്ക് വിശ്വസിച്ചു വെച്ചിരിക്കുന്നതല്ല സത്യമെങ്കിലോ? എന്റെ കഴുത്തിന് താലി കെട്ടിയത് സഞ്ജു ആണെന്ന് ഞാൻ കവിതയോട് സമ്മതിച്ചു തന്ന അതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയോ? നീ എന്താടി ഇനിയും അത് നിഷേധിക്കാനാണോ ശ്രമിക്കുന്നത്? സത്യം എനിക്കും അദ്ദേഹത്തിനും അറിയാം. ഇനി കവിതയ്ക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അത് തെളിച്ചു പറ. എന്റെ വിവാഹ ഫോട്ടോ മുഴുവനും കയ്യിൽ വെച്ചിട്ട് എന്തിനെ നീ പറയണമെന്ന് നിർബന്ധം പിടിക്കണം? അതിങ്ങ് കാണിച്ചു തന്നാ പോരെ. എനിക്ക് സമ്മതിച്ചു തരാതിരിക്കാൻ പറ്റുമോ? എന്നിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയണം. അതെപ്പോഴാ പുറത്തു വിടേണ്ടെന്നൊക്കെ എനിക്കറിയാം. അതുവരെ ഞാനും കാത്തിരിക്കാം. പിന്നെ ഒരു സംശയത്തിന്റെ പേരില് ആ മനുഷ്യനിൽ നിങ്ങൾക്കുള്ള വിലയാ നിങ്ങളെ കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളവർ എത്രക്കാരാണെന്ന് മനസ്സിലാക്കാനും ഞാൻ കാരണം ഒരു അവസരമായി. ഞാൻ ഈ വെല്ലുവിളി സ്വീകരിക്കുകയാണ്. എന്ത് വില കൊടുത്തും കവിത തെളിവുമായി വരും. ആ ഡിക്റ്റേറ്ററിനെ ഒന്ന് കണ്ടുപിടിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.